ഇരിട്ടി മേഖലയിലെ വിവിധ സ്ഥലങ്ങൾ ടൂറിസം മേഖലയ്ക്ക് ഉതകുന്നതാണ് എന്നുള്ള ഹൈവിഷൻ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ സോമശേഖരൻ, ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയത്. ഇരിട്ടി നേരമ്പോക്കിനെക്കുറിച്ചും വള്ളിയാടിനെക്കുറിച്ചും എടക്കാനം ഉൾപ്പെടുന്ന അകന്തുരുത്ത് ദ്വീപിനെക്കുറിച്ചും ഹൈവിഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സ്ഥലങ്ങളാണ് നവകേരള കർമ്മ പദ്ധതി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതയുടെ നേതൃത്വത്തിലുള്ള സംഘവും സന്ദർശിച്ചത്. ഈ പ്രദേശങ്ങൾ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള ശ്രമം ആരംഭിക്കുമെന്ന് നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ സോമശേഖരൻ പറഞ്ഞു. ഒട്ടേറെ ഇതുപോലുള്ള പാർക്കുകൾ ഉണ്ടാക്കി ആൾക്കാർക്ക് നയിക്കാൻ പറ്റുന്ന സഞ്ചരിക്കാൻ പറ്റുന്ന ഒരുപാട് ഉപയോഗപ്പെടുത്താത്ത സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയും ഇവിടെ നഗരസഭ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നഗരസഭ ചെയർമാനും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെ അവരെ കണ്ടു. അപ്പോഴാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇത്തരം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ തീർത്തും ഇതുപോലെ സ്ഥലത്ത് സന്ദർശിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത, കൗൺസിലർമാരായ കെ നന്ദനൻ, പി രഘു, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ എന്നിവർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി തുടർ പ്രവർത്തനങ്ങൾ നടത്തും. ഇരിട്ടി മുതൽ പഴശ്ശി അണക്കെട്ട് വരെയുള്ള പ്രദേശം സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇടമായി മാറും. അതിനുള്ള ശ്രമം ഇരിട്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ഇരിട്ടി ജബ്ബാർ കടവ് തൊട്ടിട്ട് പഴശ്ശി ഡാം വരെ പുഴക്കരയിൽ കുറേ പാർക്കാക്കാനുള്ള വലിയ സംവിധാനമാണുള്ളത്. എല്ലാ സ്ഥലത്തും പാർക്ക് തന്നെ ഇപ്പോഴുണ്ട്. അതിനൊരു ചെറിയ മാറ്റം വരുത്തിയാൽ നല്ല പാർക്കോടുകൂടി ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ സാധിക്കും. അതിലുള്ളതെന്നാണെന്ന് വെച്ചാൽ ഇറിഗേഷൻ്റെയാണ് സ്ഥലം. ആ ഇറിഗേഷൻ്റെ സ്ഥലം വിട്ടുകിട്ടാൻ മന്ത്രിമാരുടെ അടുത്ത് പോയി അവരോടൊന്ന് അപേക്ഷിച്ച് എല്ലാ നാട്ടുകാർക്കും ഒരു വലിയ പാർക്കാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ പാർക്കുകളെ കൊണ്ടുപോകണമെന്നാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സപ്പോർട്ടായി നമ്മുടെ ശുചിത്വ മിഷനും അതുപോലെ ഹരിത കേരള മിഷനും ഒക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതിന് എല്ലാവിധ സപ്പോർട്ടും കൂടി തന്നുകൊണ്ട് അതുകൊണ്ട് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന പാർക്കാക്കി മാറ്റാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കാൻ നഗരസഭ തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.